ആദ്യം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, കേരയിൽ വരും കേട്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ വരെയും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേരയിൽ വരില്ല കേട്ടോ എന്ന് മാറ്റാറായോ? ഇന്ന് മനോരമയിലാണ് ഇത് സംബന്ധിക്കുന്ന വാർത്ത പ്രധാനമായിട്ട് വന്നത്. എന്തോ കേരളത്തിന് ഒരു വലിയ നേട്ടം കിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലാണ് സിൽവർ ലൈനിന് റെഡ് സിഗ്നൽ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ആദ്യ പേജിൽ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചത്. എന്താണ് കേരയിൽ നഷ്ടമായതുകൊണ്ട് മനോരമക്കും അതുപോലെ കേരയിൽ നിൽക്കുന്ന ആളുകൾക്ക് ലാഭം ഉണ്ടാകുന്നത് എന്നെനിക്കറിയില്ല. എന്നാൽ ഇത് ഇപ്പോൾ ഒക്ടോബർ 21 കേന്ദ്ര റെയിൽവേ ബോർഡിന് കത്തയച്ച വിവരം വെച്ചിട്ടാണല്ലോ മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിനുശേഷവും നമ്മുടെ പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. അതെന്തോ മനോരമക്ക് മനസ്സിലാക്കാനായില്ല എന്നുള്ളതാണ് ഈ വാർത്തക്ക് ആധാരം. ഇപ്പോഴും കേരളയിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും നിലക്കുള്ള റെഡ് സിഗ്നൽ കേരളത്തിന് കൊടുത്തിട്ടില്ല റെയിൽവേ ബോർഡ്. ഇപ്പോൾ 1/11/23 എന്ന് പറയുന്നത് ഒക്ടോബർ 21 ശേഷമാണല്ലോ. 1/11/23 കേന്ദ്ര റെയിൽവേ ബോർഡ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് മറുപടി സമർപ്പിക്കുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെട്ടൊരു കത്തയച്ചിട്ടുണ്ട്. മനോരമക്ക് അതറിയുമോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം 2/11/23 തൊട്ട ദിവസം ഈ കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ദക്ഷിണ റെയിൽവേ അതിൻ്റെ പാലക്കാട്, തിരുവനന്തപുരത്തുള്ള ഡിവിഷണൽ മാനേജർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ നവംബർ മാസം 29 പാലക്കാട് ഡിവിഷനിൽ ഇത് സംബന്ധിക്കുന്ന ചർച്ച നടന്നു. അതിനുശേഷം പിന്നീട് തിരുവനന്തപുരം ഡിവിഷനിൽ ഡിസംബർ മാസം 7 കേരള അധികാരികളുമായിട്ട് അവിടുത്തെ ഡിവിഷണൽ മാനേജർ ചർച്ച ചെയ്തു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ 13/12/23 കേരളയിൽ വളരെ വിശദമായ നിലക്കുള്ള ഒരു മറുപടി ഈ കാര്യം സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത മറുപടി അവർ റെയിൽവേ ബോർഡിന് കൊടുത്തോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും റെയിൽവേ ബോർഡിൻ്റെ നേരത്തെയുള്ള ഒരു ദക്ഷിണ റെയിൽവേ ബോർഡ് ഡിവിഷണൽ ഓഫീസിൻ്റെ നേരത്തെയുള്ള നില പരിശോധിച്ചാൽ വളരെ പെട്ടെന്ന് അയക്കുമെന്ന് പറയാൻ കഴിയില്ല. ആ മറുപടിക്കകത്ത് ഉന്നയിക്കപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ നിലക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. റെയിൽവേയുടെ ഒരു ഭൂവികസന പരിപാടികളെയും ബാധിക്കുന്നതല്ല, എല്ലാം കണക്കിലെടുത്തിട്ടുണ്ട്. DPRൽ റെയിൽവേ ഭൂമി വിനിയോഗത്തിൽ നിലവിലുള്ള വ്യവസ്ഥകളുണ്ട്, അതെല്ലാം പാലിച്ചിട്ടുണ്ട്. അതുപോലെ അന്തിമഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അതിൽ വരുത്തുന്നതാണ്. നിലവിലെ ട്രാക്കിൽ നിന്ന് 7.8 മീറ്റർ അകലം എല്ലാ റെയിൽവേ ട്രാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. പാലത്തിൻ്റെ ഭാഗത്ത് നിയമാനുസൃതമായിട്ടുള്ള അകലം പാലിച്ചിട്ടുണ്ട്. പിന്നെ എലത്തൂരിൽ, അതുപോലെ തന്നെ കോഴിക്കോട്, അവിടെയെല്ലാം ഉന്നയിച്ചിരിക്കുന്ന സംശയങ്ങൾ സംബന്ധിച്ച് കൃത്യമായ നിലക്കുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ഹില്ലടക്കം. പിന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ആ കാര്യം നമ്മൾ തീർക്കാവുന്നതാണ് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൊളിക്കുകയാണെങ്കിൽ അതിൻ്റെ ബദൽ സംവിധാനം ഞങ്ങൾ തന്നെ കേരളയിൽ തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വിവരം വെച്ചാണ് ഇത് റെഡ് സിഗ്നൽ കിട്ടി എന്നുള്ള കാര്യം മനോരമ പറയുന്നത് എനിക്കറിയില്ല. അല്ല, അവിടെ ഇതുവരെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ കെ റെയിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിലുള്ള സംയുക്ത സംരംഭമാണല്ലോ ഈ സിൽവർ ലൈൻ. അപ്പോൾ ഈ സംയുക്ത സംരംഭത്തിലെ ഒരു പങ്കാളിയായ റെയിൽവേയുടെ ഇവിടുത്തെ ഓപ്പറേഷൻസ് കൈകാര്യം ചെയ്യുന്ന ദക്ഷിണ റെയിൽവേ ഖണ്ഡിതമായി അവരുടെ അഭിപ്രായം പറയാണ്. ഇതൊരു വിവരാവകാശ രേഖയാണ്. ദക്ഷിണ റെയിൽവേ ഈ കാര്യം ചൂണ്ടിക്കാണിച്ച് റെയിൽവേ ബോർഡിന് കൊടുത്ത അവരുടെ സംബന്ധിച്ച് അവരുടെ നിലപാട് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോഴത് വാർത്തയാകുന്നത്. അപ്പോൾ ദക്ഷിണ റെയിൽവേയെ സംബന്ധിച്ച് അവരുടെ കൺസേൺസ് പറയുന്നു, അവരുടെ താല്പര്യമില്ലായ്മ പറയുന്നു. എന്തായാലും റെയിൽവേ ബോർഡാണല്ലോ ഈ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ആ പദ്ധതി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ട റെയിൽവേ ബോർഡിന് മുൻപിൽ ദക്ഷിണ റെയിൽവേക്ക് താല്പര്യമില്ല എങ്കിൽ ഇതെങ്ങനെ നടപ്പാകും? അല്ല, ഞാനതാ പറഞ്ഞത്. ഇവിടെ ദക്ഷിണ റെയിൽവേയുടെ ആളുകളും കേരളയിലും ചേർന്നാണ് ദക്ഷിണ റെയിൽവേയോട് ആവശ്യപ്പെടുന്നത്. റെയിൽവേ ബോർഡ് ഇത് സംബന്ധിച്ച് കേരളയിലെ ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കണം. കേരളയിലും ദക്ഷിണ റെയിൽവേ അധികാരികളും സംയുക്തമായിട്ടാണ് ഈ പറയുന്ന പരിശോധന നടത്തിയിരിക്കുന്നത്. ഈ കത്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് സംബന്ധിച്ച വിഷയങ്ങൾ നിങ്ങൾ ഉന്നയിച്ച ദക്ഷിണ റെയിൽവേ കത്തിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്ന കാര്യം സംബന്ധിച്ച് പരിശോധിക്കണം എന്ന് റെയിൽവേ ബോർഡ് ആവശ്യപ്പെടുന്നത്. ദക്ഷിണ റെയിൽവേ ഞാൻ പറഞ്ഞല്ലോ, ആ കത്തയക്കുന്നത് 1/11/23 ഒക്ടോബറിന് ശേഷമാണല്ലോ നവംബർ വരിക. 1/11/23 കത്തയക്കുന്നു. 2/11/23 ഇതേ ദക്ഷിണ റെയിൽവേ ഈ കാര്യം സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെയും അതുപോലെ പാലക്കാടെയും ഡിവിഷണൽ മാനേജർമാരോട് ആവശ്യപ്പെടുന്നു.
അവർ കേരളയിലുമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ ചർച്ച ചെയ്തതിനു ശേഷമുള്ള റിപ്പോർട്ട് വിശദമായിട്ട് കേരളയിൽ കൊടുത്തിരിക്കുന്ന ദക്ഷിണ റെയിൽവേക്ക്. പിന്നെ നിങ്ങൾക്ക് എവിടുന്ന ദക്ഷിണ റെയിൽവേ ഇത് പൂട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടിയത്? കേരളത്തിലൊരു പദ്ധതി തടസ്സപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷിക്കാൻ എന്താണുള്ളത്? ഇതുവരെയും ദക്ഷിണ റെയിൽവേ അങ്ങനെ പൂർണ്ണമായിട്ടും ആ കാര്യം അവസാനിപ്പിച്ചിട്ടില്ല. പിന്നെ അവസാനിപ്പിക്കുന്നത് ദക്ഷിണ റെയിൽവേ അല്ലല്ലോ, അവസാനിപ്പിക്കേണ്ടത് റെയിൽവേ ബോർഡാണ്. ഇനി ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ ഈ ആഗസ്റ്റ് കഴിഞ്ഞ 2022 ആഗസ്റ്റ് 26 ഈ സംബന്ധിക്കുന്ന എല്ലാ റിപ്പോർട്ടും കേരളത്തിൽ കൊടുത്തു. എത്ര കഴിഞ്ഞിട്ടാണ് ദക്ഷിണ റെയിൽവേ റിപ്പോർട്ട് കൊടുത്തതെന്ന് അറിയോ? അത് കൊടുക്കാൻ 14 മാസം എടുത്തു. ഇതിനിടയിൽ 2 തവണ കേന്ദ്ര റെയിൽവേ ബോർഡ് റിമൈൻഡർ അയച്ചു. ഡേറ്റ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറയാം. 2023 ജൂൺ 15 ദക്ഷിണ റെയിൽവേക്ക് റിമൈൻഡർ അയച്ചിട്ടുണ്ട്. 2023 ഒക്ടോബർ 16 വീണ്ടും റിമൈൻഡർ അയച്ചിട്ടുണ്ട്. ആ റിമൈൻഡറിന് മേലെയാണ് ഒക്ടോബർ 21 കത്ത്. ഒക്ടോബർ 21 കത്തിന് മേലെ നവംബർ 1 വീണ്ടും റെയിൽവേ ബോർഡ് കത്തയക്കുന്നു. അതിന് മേലെ വീണ്ടും പരിശോധന നടത്തിയിരിക്കുന്നു. റെയിൽവേ ബോർഡിന് യാതൊരു നിലക്കും ഇത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ റെയിൽവേ ബോർഡ് കത്തയക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിങ്ങൾ ഉന്നയിച്ച ദക്ഷിണ റെയിൽവേ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് എങ്ങനെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് പരിഹാരമുണ്ടാക്കാം, ഈ സംബന്ധിച്ച കാര്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദക്ഷിണ റെയിൽവേയോട് ഈ കത്തിന് ശേഷം ആവശ്യപ്പെട്ടിരിക്കുന്നു. മനോരമക്ക് ഇത് അറിയില്ല, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇത് അവസാനിച്ച് കാണണമെന്നാണ് ആഗ്രഹം. ഇത് കാണാതിരിക്കോ എന്നുള്ളതല്ല ഇപ്പൊ നടക്കുന്നത് എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഇപ്പോ എന്തെങ്കിലും ആക്ടിവിറ്റി ഇക്കാര്യത്തിൽ പന്ത് കൃത്യമായും റെയിൽവേ ബോർഡിന്റെ കോർട്ടിലാണ് എന്ന് പറയാം. അതിനപ്പുറത്ത് ഇത് ഒരു അനുമതി കിട്ടിയാലല്ലേ നടക്കൂ. അതെങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മള് നടക്കാത്ത അല്ലെങ്കിൽ ഇതുവരെ നടക്കുമെന്നുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.